നമസ്കാരം. ഇ.പി. ജയരാജന്റെ ആത്മകഥ ചോർന്നത് DCC ബുക്സിൽ നിന്നാണെന്ന് പോലീസ്. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ ഇ.പിയും DCCയും തമ്മിൽ രേഖാമൂലം ധാരണാപത്രമില്ലെന്നാണ് കോട്ടയം SP-യുടെ അന്വേഷണ റിപ്പോർട്ട്. ചോർച്ച സ്ഥിരീകരിക്കുമ്പോഴും ആത്മകഥ എങ്ങനെ DCയിലെത്തി, എന്തിന് ചോർത്തി എന്നതിൽ പോലീസ് റിപ്പോർട്ടിൽ വ്യക്തതയില്ല. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു രാഷ്ട്രീയ ബോംബായി ഇ.പിയുടെ ആത്മകഥാഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ഇത് തന്റെ ആത്മകഥയല്ലെന്ന് ഇ.പി പരസ്യ നിലപാടെടുത്തതോടെ വിവാദം മുറുകി. ഇ.പിയുടെ പരാതിയിൽ കോട്ടയം SP നടത്തിയ അന്വേഷണത്തിലാണ് ആത്മകഥാഭാഗം ചോർന്നത് DCസിൽ നിന്നാണെന്ന് കണ്ടെത്തൽ. DC ബുക്സിന്റെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായിരുന്ന A.V. ശ്രീകുമാർ ആത്മകഥാഭാഗങ്ങൾ ചോർത്തിയെന്നാണ് DGPക്ക് നൽകിയ പോലീസ് റിപ്പോർട്ട്. ഇ.പി. ജയരാജനും DC ബുക്സും തമ്മിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ രേഖാമൂലമുള്ള കരാർ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. ചോർന്നത് DCയിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തുമ്പോഴും ഈ കഥാഭാഗങ്ങൾ എങ്ങനെ DCയിലെത്തി എന്നതിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. കരാറില്ലാതെ ഇ.പിയുമായി വാക്കാലുള്ള ധാരണയുടെ പുറത്ത് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചെന്നായിരുന്നു DC ബുക്സ് വിവാദ സമയത്ത് അനൌദ്യോഗികമായി പറഞ്ഞിരുന്നത്. ആ വാദം ശരിവെക്കും വിധമാണ് പോലീസ് കണ്ടെത്തൽ. ചോർന്നുവെന്ന് പറയുമ്പോഴും തുടർ നടപടിയിൽ കോട്ടയം SP-യുടെ റിപ്പോർട്ടിൽ വ്യക്തതയില്ല. നിലവിൽ പകർപ്പവകാശ ലംഘനം എന്ന നിലയ്ക്ക് സിവിൽ കേസായാണ് പോലീസ് കണക്കിലെടുക്കുന്നത്. ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു ഇ.പിയുടെ നിലപാട്. പക്ഷേ ഗൂഢാലോചനയടക്കം കേസെടുക്കണമെങ്കിൽ പരാതിക്കാരനായ ഇ.പി കോടതിയെ സമീപിക്കണമെന്നാണ് പോലീസ് നടപടി. ആദ്യം അന്വേഷണ റിപ്പോർട്ടിൽ പൂർണ്ണതയുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് വീണ്ടും അന്വേഷിക്കാൻ DGP ആവശ്യപ്പെട്ടത്. DGPയാണ് റിപ്പോർട്ടിൽ തുടർ നടപടി എടുക്കേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.